ക്രിസ്മസ് ആയില്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു അടിപൊളി സ്റ്റാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി നോക്കാട്ടോ. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ വെറും 5 ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റാർ ഉണ്ടാക്കുന്നത് കേട്ടാ. ഞാൻ കുറച്ച് വലിപ്പത്തിനായി ഒക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചാർട്ട് പേപ്പർ എടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് A4 ഷീറ്റിലും ചെയ്യാം. ചാർട്ട് പേപ്പർ ഇതേ കാണുന്ന രീതിയിൽ ഞാൻ മുറിച്ച് 4 കഷ്ണാക്കിയിട്ടുണ്ട് ഒരു ചാർട്ട് പേപ്പർ കേട്ടോ. അപ്പോൾ 5 എണ്ണത്തിന് 20 എണ്ണം അങ്ങനെ ഇത് ഞാൻ മുറിച്ച് വീഡിയോയിൽ കാണാൻ മുറിച്ച് നടുമടക്കിയിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒട്ടിച്ചിട്ടില്ല, കാരണം 20 പേപ്പർ ഉണ്ടല്ലോ, എല്ലാ പേപ്പറും ഒരേ വലുപ്പമാണോ നോക്കിയിട്ടാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത് കേട്ടോ. അല്ല വെച്ചെങ്കിൽ മടക്കുമ്പോൾ നമ്മൾ സ്കെയിൽ എടുത്ത് അളന്നിട്ട് മടക്കി ഒട്ടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടിക്കാം. ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് എളുപ്പപ്പണിയാണല്ലോ നമ്മളെപ്പോഴും നോക്കാറ്, അതുകൊണ്ട് സ്കെയിലൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ നോക്കി വീഡിയോയിൽ കാണണം ഞാൻ പേപ്പറും 2 ഭാഗവും മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് എല്ലാതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പേപ്പറും കാര്യങ്ങളും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഭാഗം എല്ലാതും ശരിയല്ലേ നോക്കിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റ് ആക്കിയിട്ട്. ഇത് ഞാൻ ആരുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റാറാണ്. അപ്പോൾ അതേ സ്കൂളിലേക്ക് സ്റ്റാർ ഉണ്ടാക്കി കൊണ്ടുപോകണം, മത്സരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സ്റ്റാറാണ് കേട്ടോ. പിന്നെ അതേ വീഡിയോയിൽ കാണുന്ന പോലെ പശ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ പേപ്പറും ഒരേ അളവിനാണെച്ചെങ്കിൽ നമ്മൾ ഒരു സൈഡ് പശ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായിട്ടിരിക്കും. പിന്നെ ഇത്തിരി നന്നായിട്ട് പേപ്പർ അല്ലെങ്കിൽ ചാർട്ടാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ നല്ലോണം ഒട്ടണ പശ എടുക്കണം. ഞാൻ ഇവിടെ ഫെവിക്കോളിൻ്റെ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ എടുക്കാം. ഒട്ടണ രീതിയിലുള്ള പശ ഏതാണെന്ന് വെച്ചെങ്കിൽ അതെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാ പേപ്പറും എടുത്തതിന് ശേഷം ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാതും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഡിസൈനൊന്നും മാറിപ്പോകരുത്. എല്ലാ പേപ്പറിലും ഒരേപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ ഇതെല്ലാതും ഒന്ന് ഒട്ടിച്ചെടുക്കും, കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ അത് ക്ഷമയോട് കൂടിയിട്ട് ഒട്ടിച്ചെടുക്കുക ചെയ്യാട്ടോ. നമുക്കിത് ഇതേമാതിരി തന്നെ ചാർട്ട് പേപ്പർ അല്ല, നിങ്ങൾക്ക് A4 ഷീറ്റിൽ ചെയ്യണ കളർ A4 ഷീറ്റ് കിട്ടുമല്ലോ, അങ്ങനെ ചെയ്യണം വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഇത് ഞാൻ ഒരു ചാർട്ട് പേപ്പർ മേടിച്ചത് 15 രൂപയ്ക്കാണ്. അങ്ങനെ 75 രൂപയാണ് എനിക്ക് ആകെ ഇതിന് വേണ്ടിയിട്ട്, ഈ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലവായിരിക്കുന്നത്. പിന്നെ ഗമ്മ് നമ്മുടെ വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പൈസ കൂട്ടാഞ്ഞ് 75 രൂപയ്ക്കാണ് ഞാൻ ഈ സ്റ്റാർ തയ്യാറാക്കിയിരിക്കുന്നത്. അത് അടിപൊളിയായിട്ട് മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണാൻ 20 എണ്ണവും പശ വെച്ച് ഒട്ടിച്ചെടുത്ത് അടിപൊളിയായിട്ട് എല്ലാതും ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഒട്ടിയൊന്നും തന്നെ ആദ്യം ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ സ്റ്റാർ നമ്മൾ നിർത്തുമ്പോൾ പല ഭാഗങ്ങളും വിട്ടുപോരും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് എല്ലാതും ഞാൻ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഞാൻ വരയ്ക്കുന്ന രീതിയിൽ തന്നെ ഡിസൈൻ വരയ്ക്കേണ്ട യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കാം. ഞാൻ ഇപ്പോൾ ഈ ഡിസൈൻ വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ വെട്ടിയെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് ആകൃതിയിലാണ് ഇത് വെട്ടിയിരിക്കേണ്ടത് എന്നുണ്ട്. അപ്പം ഞാൻ അധിക പേപ്പർ ആദ്യം തന്നെ വലിയൊരു കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടിക്കളഞ്ഞിട്ട്, ഇത് വെട്ടണമെങ്കിൽ കുറച്ചധികം ക്ഷമ വേണം. അപ്പം അത് ആ ക്ഷമ ഉപയോഗിച്ച് നിങ്ങൾ വെട്ടാട്ടോ, അല്ലെ വെച്ചെങ്കിൽ അത് പലതും പല ആകൃതിയായി പോകും. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റാറിന് ഒരു ഭംഗിയും കാര്യങ്ങളും ഉണ്ടാവില്ലേ. പിന്നെ ഇത് കോർണേഴ്സൊക്കെ ഞാൻ മറ്റേ ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റ് ആ റൗണ്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ പേപ്പർ പഞ്ച് വെച്ചിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹോളോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ സ്റ്റാർ നിർത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഈ പേപ്പറിൻ്റെ 4 സൈഡിലും, 3 സൈഡിലും ഞാൻ ഇങ്ങനെ പേപ്പർ പഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഹോളോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എല്ലാത്തിനും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പേപ്പറിൽ ചെയ്തത് ഇതേ മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള 20 പേപ്പറിലും ചെയ്യണം. കണ്ടിന്യൂസ് ഇത് തന്നെ, ഒരു ഭാഗത്തും പോലും തെറ്റരുത് കേട്ടോ. അങ്ങനെ തെറ്റിന്ന് വെച്ചെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മാത്രം ആകെ വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ എല്ലാതും അതേമാതിരി തന്നെ കട്ട് ചെയ്ത് നമ്മൾ അളന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ബാക്കി എല്ലാതും ഇങ്ങനെ ഈ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ അളന്നിട്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ കറക്റ്റാക്കി പേപ്പറൊക്കെ വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. പിന്നീടുള്ളത് നമ്മളിങ്ങനെ പേപ്പർ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ വരച്ചതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ വരച്ചതിന് ഒരു തുണ്ട് താഴത്തോ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പേപ്പർ വെക്കണതിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് അതിൻ്റെ ഇടയിൽ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് അളന്ന് വരയ്ക്കുമ്പോൾ. പിന്നെ എന്താ ഞാൻ എല്ലാതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തു, പേപ്പർ പഞ്ച് ഉപയോഗിച്ചിട്ട് പഞ്ച് ചെയ്തിട്ട് എല്ലാതും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ലാസ്റ്റ് ഗം ഒട്ടിക്കുകയാണ്. അതിങ്ങനെ T ഷേപ്പിൽ വേണം ഗം ഒട്ടിക്കാൻ കേട്ടോ. ഒരെണ്ണത്തിൻ്റെ പൊട്ട ഭാഗവും ഒരെണ്ണത്തിൻ്റെ നല്ല ഭാഗവും അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ T ഷേപ്പിൽ പശ ഒട്ടിക്കാൻ കേട്ടോ. ഞാൻ ഇങ്ങനെ പൊട്ട ഭാഗം നല്ല ഭാഗം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, അത് ഒരെണ്ണം ഒട്ടിച്ച ഭാഗം വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരെണ്ണം
നല്ല സൈഡ് വെക്കുക. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ 20 അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല പശ വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം. ഇല്ല വെച്ചെങ്കിൽ അതൊക്കെ ഇത് ചാർട്ട് പേപ്പർ ആയ കാരണം മെയിനായിട്ടും അത് വിട്ടുപൊരിത്തിരി കട്ടിയുണ്ടല്ലോ, മറ്റേൻ്റെ A4 ഷീറ്റിൻ്റെ എന്തിയല്ലല്ലോ. അപ്പോൾ നല്ല ഒട്ടണ പശ തന്നെ എടുക്കണം കേട്ടോ. അതിങ്ങനെ T ഷേപ്പിൽ നമ്മളെല്ലാതും ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അപ്പം തന്നെ നിർത്താനായിട്ട് ശ്രമിക്കണ്ട, കാരണം അതിങ്ങനെ പെട്ടെന്ന് തന്നെ വിട്ടുപോരും. എന്തെങ്കിലും വെയിറ്റോ കാര്യങ്ങളോ അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം അത് നിർത്തി നോക്കിയാൽ മതി എന്തായിണ്ടോ ശരിയായിണ്ടോ എന്നുള്ളത് കേട്ടോ. പിന്നെ എല്ലാതും കറക്റ്റ് ബാക്ക് സൈഡ് ഒപ്പാവാൻ വേണ്ടിയിട്ട് നോക്കാം. അല്ലച്ചെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ നോക്കാണ്ട് പെട്ടെന്ന് ഒരെണ്ണം കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ ഇരിക്കുക. അതുകൊണ്ട് എല്ലാതും ബാക്ക് സൈഡ് ഒപ്പല്ലേ നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കുക. ഫ്രണ്ടും ബാക്കും ഒക്കെ ഒപ്പല്ലേ നോക്കണം കേട്ടോ. അങ്ങനെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും വെച്ചിട്ട് ഒട്ടിക്കുന്നത് മറക്കരുത്. അല്ലേച്ചെങ്കിൽ സ്റ്റാർ നമുക്ക് ബാക്ക് സൈഡ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നിർത്തുമ്പോൾ. അതാണ് അങ്ങനെ ഒട്ടിക്കുന്നത്. പിന്നെ ഒരു ഫിനിഷിങ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒട്ടിക്കണത്. അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ സ്റ്റാർ കിട്ടും. ഞാൻ എല്ലാതും ഒട്ടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒട്ടിയോ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതൊക്കെ കൊണ്ട് പറഞ്ഞു പോന്നിട്ട്. അതാണ് ഞാൻ പിന്നെ പ്രത്യേകം പറഞ്ഞത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്നാൽ മതിയെന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ടായിരുന്നു, ഇത്ര നല്ല പശ ഉപയോഗിച്ചിട്ട് കൂണിയിട്ടാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് അതേമാതിരി തന്നെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് കയ്യും കാലമൊക്കെ നിങ്ങൾ ഇടയിൽ കാണുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ കയ്യും കാലമൊക്കെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കാണുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് നിർത്തുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ് മക്കളെ. ഇത്ര ഭംഗിയുള്ള സ്റ്റാർ നമ്മൾ ഉണ്ടാക്കിയെന്ന് കാണുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത്രയും ഭംഗിയില്ല. അതിന് 20 എടുത്ത കാരണം കുറേ ഉണ്ട്. അപ്പം നല്ല രസമാണ്. ലാസ്റ്റ് വരുന്ന ഭാഗത്ത് നമ്മളിത് 2 സൈഡിൽ ചിരടും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ലുക്ക് സ്റ്റാറിൻ്റെ ഇതാണ്. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടി വേണേ.